സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി ആകാൻ പോകുന്ന ആളാണ് അജന്യ. അജന്യ വോട്ട് തേടിക്കൊണ്ടിരിക്കുകയാണ്. മലയൻകീഴ് പഞ്ചായത്തിലെ വാർഡിലാണ് അജന്യ മത്സരിക്കുന്നത്. തച്ചോട്ടുകാവ് 1-ാം വാർഡായിട്ടുള്ള തച്ചോട്ടുകാവിൽ അജന്യ മത്സര രംഗത്തേക്ക് എത്തുകയാണ്. അജന്യ മത്സര രംഗത്തേക്ക് എത്തുകയാണ്. വിദ്യാഭ്യാസ രംഗത്തൊന്നും പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു പ്രായപൂർത്തിയായി 21 വയസ്സ് വേണം മത്സര രംഗത്തേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നത്. അതെ, 21 വയസ്സ് വേണം. പൂർത്തിയായ മാത്രമാണ് സ്ഥാനാർത്ഥിയായി നിൽക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്നലെയാണ് അത് പൂർത്തിയായത്. വളരെ സന്തോഷം. മാധവി കോളേജിലെ BSc മാത്സ് ആണെന്ന് തോന്നുന്നു. BSc മാത്സ് 3-ാം വർഷ വിദ്യാർത്ഥിയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് കോളേജ് രാഷ്ട്രീയത്തിൽ നിന്ന് എസ് എഫ് ഐയിലൂടെയാണെന്ന് തോന്നുന്നു ഈ രംഗത്തേക്ക് വരുന്നതും. കോളേജ് രാഷ്ട്രീയത്തിൽ നിന്ന് പെട്ടെന്ന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്? അത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്ന് ഈ ഒരു തദ്ദേശ സ്വയംഭരണ ഈ ഒരു ഇതിലേക്ക് വരാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇത് വളരെ സന്തോഷമേറിയ ഒരു കാര്യം തന്നെയാണ്, സ്ഥാനാർത്ഥിയായി നിൽക്കാൻ സാധിച്ചത്. വിശ്വസിച്ച് പാർട്ടി ഒരു കാര്യം ഏൽപ്പിക്കുമെന്ന് തോന്നി. നേരത്തെ അത്തരത്തിൽ എന്തെങ്കിലും സൂചനകൾ വല്ലതും ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, ഈ ഒരു ഇലക്ഷൻ വരുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് അറിഞ്ഞത്. അപ്പം എൻ്റെ 100% ഇതിനകത്ത് കൊടുക്കണമെന്ന് വിചാരിക്കുന്നു. നിലവിൽ UDF-ന്റെ വാർഡാണെന്ന് തോന്നുന്നു. ഇപ്പോൾ എങ്ങനെയാണ് ആ ഒരു മത്സരത്തെ എങ്ങനെയാണ് കാണുന്നത്? വളരെ ശക്തമേറിയ മത്സരമാണ് ഇവിടെ നടക്കുന്നത്. 3 പാർട്ടിക്കാരും വളരെ ശക്തരാണ്. അപ്പോൾ ഇതിൽ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്തരമൊരു വിശ്വസിച്ച് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് പാർട്ടി എത്താനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയാണ്? എല്ലാ കാലങ്ങളിലും കഴിഞ്ഞ കാലങ്ങളിൽ പോലെ തന്നെ വിദ്യാർത്ഥി മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന സഖാക്കളെ അല്ലെങ്കിൽ ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് LDF-ൻ്റെയും CPM-ൻ്റെയൊക്കെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്ത് ഒരു വനിതാ സംവരണ വാർഡായപ്പോൾ വിദ്യാർത്ഥി മേഖലയിൽ പ്രവർത്തിക്കുന്ന നന്നായി വിദ്യാഭ്യാസവും ചെയ്യുന്ന ഒരു കുട്ടിയെ കാണണമെന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നമുക്ക് കണ്ടെത്താൻ സാധിച്ചത്. ഇന്നലെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രായപൂർത്തിയിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് ഒരു വെല്ലുവിളിയായിരുന്നു? അല്ല, സ്ഥാനാർത്ഥി ഇങ്ങനെ ചർച്ച നടന്ന സമയത്ത് ഒരു സ്ഥാനാർത്ഥി ഞങ്ങൾ കണ്ടെത്തി. യാദർച്ഛികമായ ഒരു ദിവസം വൈകുന്നേരത്ത് ഈ സ്ഥാനാർത്ഥിയുടെ പ്രായത്തിനെ സംബന്ധിച്ച് സഖാക്കൾ തമ്മിലുള്ള ആശയവിനിമയത്തിനിടയിലാണ് ഇവർക്ക് 20 വയസ്സ് കഴിഞ്ഞ് 11 മാസമായി എന്ന്. അവിടെ തന്നെ ഇലക്ഷൻ വിജ്ഞാപനമാണോ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശക പത്രിക സമർപ്പിക്കുന്ന സമയമാണോ ഇത് കൊടുക്കേണ്ടതെന്നുള്ള ആലോചനയിലാണ്. അപ്പോൾ ഇവർക്ക് 11/6-ന് 21 പൂർത്തീകരിച്ചുകൊണ്ട് ഇലക്ഷനിലേക്ക് ചെല്ലാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രചരണ പരിപാടികളൊക്കെ തന്നെ തുടക്കം കുറിച്ചു. പോസ്റ്ററുകളൊക്കെ പ്രചരണങ്ങളെല്ലാം ആരംഭിച്ചു. ഒരു ഘട്ടം സ്ക്വാഡ് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. പ്രചരണങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ വളരെ ആവേശോജ്വലമായിട്ടാണ് കുട്ടിയെ സ്വീകരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടാക്കുകയാണ്. ഇത്തവണ എന്തായാലും വാർഡ് നേടാൻ കഴിയുമെന്ന് തീർച്ചയായും തച്ചോട്ടുകാവ് മലയൻകീഴ് ഗ്രാമപഞ്ചായത്തിൻ്റെ 1-ാം വാർഡ് LDF നേടുമെന്ന് തന്നെയാണ് 100% ഉറപ്പ്. അജന്യ എന്താണ് പറയുന്നത്? എങ്ങനെയാണ് ഒരു വീടുകളിലൊക്കെ ചെല്ലുമ്പോഴുള്ള ഒരു പ്രതികരണം? ഇപ്പം 2 ദിവസമായല്ലോ രംഗത്തേക്ക് എത്തിയിട്ട്. അവരെല്ലാം നല്ല രീതിയിലാണ് എല്ലാവരും സ്വീകരിച്ചത്. വളരെ പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി എന്നത് കാരണം തന്നെ അവർ വളരെയധികം സന്തോഷത്തോടെയാണ്. കാരണം യുവജനങ്ങൾ ഈ ഒരു മേഖലയിൽ എത്തിച്ചേരണമെന്ന് എല്ലാവർക്കും ഉണ്ടെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എന്താണ് ഒരു പ്രതീക്ഷ ഇവിടെ ഒരു വാർഡിലെ മത്സര രംഗത്തുള്ള ഒരു പ്രതീക്ഷ എങ്ങനെയാണ്? ഈ പ്രാവശ്യം LDF എന്നെ ഇവിടെ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് അജന്യയെ പോലെയുള്ള യുവ രക്തങ്ങളെ മത്സര രംഗത്തേക്ക് എത്തിച്ചുകൊണ്ട് വാർഡ് പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് CPM മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. LDF അത്തരത്തിലുള്ള തീരുമാനത്തിലേക്കാണ് പോയിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് അജന്യയെ സ്ഥാനാർത്ഥിയായി തച്ചോട്ടുകാവ് വാർഡ് 1-ൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.